ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക് വിഷയം റഫർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നീതി നടപ്പാകണം. മാക്സിമം ദിവസം അവരെ ജയിലിൽ അടച്ചുകൊണ്ടല്ല, ഒരു ദിവസം നേരത്തെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ് എന്നത് നീതിയുടെ ഭാഗമാണ്. മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്യാവൂ. ഒരു നല്ല കാര്യം ഈ സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷൻ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ മേൽ ആരോപിക്കപ്പെട്ടത് ശരിയല്ല, അത് സത്യമല്ല എന്ന് ഇവിടുത്തെ BJP പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്കെന്ത് പറയാൻ? എങ്കിൽ പിന്നെ എന്തിനാ കൽത്തുറുങ്ക് വിട്ടയച്ചാ പോരെ? ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തിനാ അവിശ്വസിക്കുന്നത്? വേഗത്തിൽ അവരെ മോചിപ്പിച്ച് അവരെ അതിന് തടങ്കലിലാക്കിയവർക്ക് എതിരെ നടപടി ഉണ്ടാകണം. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ചില പത്രമാധ്യമങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ പിതാക്കന്മാരെയൊക്കെ കാണുന്നുണ്ട്, തുടരെ കാണുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നു, ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആകുമ്പോ കേക്കും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന്. എന്റെ അഭിപ്രായത്തിൽ സംഭാഷണം വിഷയങ്ങൾക്ക് പരിഹാരം നിർണയിക്കുവാൻ സാധ്യമാകുന്ന ഘടകമാണ്. സംസാരിക്കാതെ ഇരിക്കുന്നത് വഴി ഒന്നും നന്മയുണ്ടാവില്ല. പക്ഷേ അതിൽ കുറെ കൂടി ആത്മാർത്ഥത ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം. വാക്ക് ദ ടോക്ക് എന്ന് പറയാറുണ്ടല്ലോ. പറയുന്നത് പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു ആധികാരികത നാം പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഈ സഹോദരിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇവർ രണ്ടുപേരുടെ ഒരു റിലീസ് എന്നതിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു 2000 വർഷമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇപ്പോഴും നമ്മുടെ ജനസംഖ്യ 2.5% പോയിട്ടില്ല. 2000 വർഷമായിട്ടുള്ള അധ്വാനമാണെന്നാ പറയുക. തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം ഘടകങ്ങളുണ്ട്. അത് സംഭാഷണത്തിലൂടെ പരിഹരിക്കപ്പെടണം. തുറന്ന മനസ്സോടെ ചിന്തിക്കണം. ഇത് സംസാരിക്കുന്നതും ഇത് പങ്കുവയ്ക്കുന്നതും ഇന്ത്യൻ രക്തമുള്ള ക്രൈസ്തവ സമൂഹമാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ക്രൈസ്തവ സമൂഹമാണ് ഈ രാജ്യത്ത് ഒരാനുകൂല്യമല്ല കുറിച്ച് സംസാരിക്കുക. എണ്ണം കുറയുന്നത് കൊണ്ട് പരിഗണന കിട്ടാതെ പോകുമോ എന്ന് സംശയിച്ചത് കൊണ്ട് ദീർഘവീക്ഷണമുള്ള ഭരണഘടനാ പിതാക്കന്മാർ ശഠിച്ചു. ന്യൂനപക്ഷമാകുന്നതിന്റെ പേരിൽ ഭാരതത്തിൽ ഒരു സമൂഹവും അന്യം നിന്നു പോകാൻ പാടില്ല. അവരുടെ സംസ്കാരം ജീവിക്കണം. അതുകൊണ്ട് ന്യായമായ ചില അവകാശങ്ങൾ ഭരണഘടനാ പിതാക്കന്മാർ, അത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിലെ പ്രതിനിധികൾ, അവരാണ് കൽപ്പിച്ച് നിശ്ചയിച്ചത്. ഒരു സംസ്കാരത്തിന്റെ അടയാളമാണത്. ജീവിക്കുന്ന സംസ്കാരത്തിന്റെ പ്രതിധ്വനിയാണത്. അതേക്കുറിച്ചാണ് ഞങ്ങൾ വേദനിക്കുക. അത് ലഭിക്കാതെ പോകുമ്പോൾ തികഞ്ഞ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരപേക്ഷ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു.
പിന്നെ പിതാക്കന്മാർ സംസാരിക്കുമല്ലോ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾ ഉടനടി കാണിക്കണം. യാദൃച്ഛികമായും സാന്ദർഭികമായും ഒക്കെ ഇങ്ങനെയുള്ള ചില കെടുതികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച് അടിയന്തരമായ നടപടികൾ എടുത്ത് അതിന് പരിഹാരം കാണുമ്പോഴാണ് നമുക്ക് ഒരു സുരക്ഷിതത്വം നമ്മുടെ ദേശത്ത് അനുഭവപ്പെടുക. ആ നല്ല സംരക്ഷണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ സുവിശേഷം മടക്കി വയ്ക്കുമെന്ന് സജീവമായി യേശു ക്രിസ്തു രക്ഷിതാവെന്ന് പറയാൻ ഞങ്ങളുടെ നാവുകൾക്ക് ബലമുണ്ട്. അത് തുടരും. ബഹുമാനത്തോടും ആദരവോടും മറ്റുള്ളവരെ കണ്ട് മറ്റ് വിശ്വാസങ്ങളെ മാനിച്ച് ഈ ശുശ്രൂഷ തുടരും. ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവസാനത്തെ ക്രിസ്ത്യാനി അവശേഷിക്കുന്നത് വരെ ക്രിസ്തീയ സഭ ഇവിടെ ഉണ്ടാകും എന്ന് പരസ്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നീതി നടപ്പാക്കുവാൻ വേഗത്തിൽ ശ്രമിക്കണം എന്ന അഭ്യർത്ഥന മുൻപോട്ട് വെച്ച് നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി യൂജിനച്ചൻ സൂചിപ്പിച്ചു. ഒരു 15 മണിക്കൂറത്തെ ആശയവിനിമയം കൊണ്ട് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത്രയേറെ പ്രതിനിധികൾ തിരുവനന്തപുരത്തെ ക്രൈസ്തവ സഭാ സമൂഹ അംഗങ്ങളെല്ലാം ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അപമാനിക്കുന്നില്ല. പ്രതിനിധികളുടെ പ്രതിനിധികൾ പോലും ആയിട്ടില്ല. ഒരാൾക്കൂട്ടത്തെ സമാഹരിച്ചു കൂട്ടി ശക്തിപ്രകടനമല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. വേഗത്തിൽ നമ്മുടെ വേദന അറിയിക്കണം. നമ്മുടെ അഭിനന്ദനായ പീലക്സിനോസ് പിതാവിനോട് പ്രത്യേകം ഒരു നന്ദി പറയുന്നു. അതിരാവിലെ പിതാവ് നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും